മൂന്നാം ദിവസം യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് എരുമേലി എത്തണം. 30 കിലോമീറ്ററാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. ഇനി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഏരിയ കേട്ടോ. ഇനി വലിയ തിരക്കും ബുദ്ധിമുട്ടുകളൊന്നും കാണൂല. വലിയ വണ്ടിയിലെ പ്രശ്നങ്ങളൊന്നും കാണൂല. ഞാനേ ഒരു കട കാണിച്ചു തരാം കേട്ടോ. ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. നമ്മൾ 1000 രൂപയുടെ നാരങ്ങ വെള്ളം കൊടുക്കണം എൻ്റെ കട. 404 വെറൈറ്റി നാരങ്ങ വെള്ളങ്ങളുണ്ട് കേട്ടോ. 30 മുതൽ 3000 രൂപ വരെയുള്ള നാരങ്ങ. ഇതുവഴി വലത്തോട്ട് തിരിഞ്ഞാണ് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോകണം. അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട്. പോകുന്ന വഴിയിലൊക്കെ കൈതച്ചക്ക കൃഷിയാണ് കേട്ടോ. വലത്തോട്ട് പോയ ശബരിമല 58 കിലോമീറ്റർ, എരുമേലി 26 കിലോമീറ്റർ ഉണ്ട്. നമുക്കിനി 26 കിലോമീറ്റർ നടക്കണം. കൂട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ. എൻ്റെ പേരെന്താണ്? ഷൺമുഖം. എങ്കേരുന്ന് പറഞ്ഞാൽ തിരുനെൽവേലി. എത്ര ദിവസമായി? 8 ദിവസം. എത്ര കിലോമീറ്റർ? 270 കിലോമീറ്റർ 8 ദിവസം. അണ്ണനും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടായി. സമയം 10:45 ആന്നിപ്പുഴയാണ്. പമ്പാ നദി ഒഴുകി വരണം. ഇവിടെ നിന്ന് 9 കിലോമീറ്ററാണ് എരുമേലി. ഇന്നലത്തെ പോലെ അല്ല കേട്ടോ. ഇന്ന് ചൂടുത്തി കൂടുതലാണ്. ഇന്നലെ മഴയും രാത്രിയിലെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു. കട്ട വെയിൽ, സൂപ്പർ. ഇവിടെ നിന്ന് വലത്തോട്ട് വേണം തിരിഞ്ഞപ്പോൾ. പാച്ചേരി ജംഗ്ഷൻ. പാച്ചേരിയിൽ നിന്ന് വലത്തോട്ട്. ഇനി ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നല്ല തണുപ്പായിരിക്കും. അതൊക്കെ റെസ്റ്റ് എടുത്ത് പോവാം. തേക്കിൻ്റെ പ്ലാന്റേഷനാണ് അവിടെ. തേക്കിൻ്റെ പ്ലാന്റേഷൻ. ഫോറസ്റ്റ് മൊത്തം കാടാണ്. വേറെ സ്വാമിമാരൊക്കെ ഉണ്ട് കേട്ടോ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരുപാട് പേരെ കാണാം. ഈ കാട്ടിനകത്തൂടെ ഒരു 3 കിലോമീറ്റർ കൂടെ നടന്നാൽ എരുമേലി ആവും കേട്ടോ. എരുമേലി എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പേട്ട തുള്ളണതൊക്കെ കാണാം. പേട്ട തുള്ളിയതിന് ശേഷം ഈ നദിയിലിറങ്ങി കുളിച്ച് ശുദ്ധിയാവണം. എന്നിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്താൻ. പേട്ട ശ്രീധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ നിന്ന് പേട്ട കെട്ടി ആടി ഇവിടെ വാവര് പള്ളിയിൽ കയറി വലം വെച്ച് അപ്പുറത്ത് ധർമ്മശാസ്താവിൻ്റെ നടയിലേക്ക് പോകും. പള്ളിക്കകത്ത് തേങ്ങ ഉടക്കുന്നത് നമ്മുടെ വാവരുള്ളി. എരുമേലി കഴിഞ്ഞു കേട്ടോ. നമ്മളെ കൂടെ വന്ന സ്വാമിനെ തിരുച്ചെന്തൂർ വെച്ച്, സ്വാമി ഉള്ളതുകൊണ്ട് പറയാത്താണ്, തിരുച്ചെന്തൂർ വെച്ച് ബാത്റൂമിലാണ്ട് കുളിക്കാൻ കയറി സ്വാമിയുടെ ബാഗും പേഴ്സും പൈസയും എല്ലാം കൂടെ ആരാ അടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇത്രയും ദിവസമൊക്കെ ആരെങ്കിലും ചെയ്യണ സഹായം എല്ലാം കൊണ്ട് ഇതുവരെ നടന്നതാണ്. പിന്നെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എരുമേലിയിൽ നിന്ന് കാളകെട്ടി വരെയെങ്കിലുമൊക്കെ എത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ എരുമേലി വന്നപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. അപ്പൊ ഇനിയിപ്പോ 5 മണിയാകുമ്പോൾ ഇവിടുന്ന് കാട്ടിലോട്ട് കയറുന്ന ചെക്ക് പോസ്റ്റ് അടയ്ക്കും.
അകത്ത് കയറാൻ പറ്റൂല. അപ്പൊ നമ്മൾ ആ ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും തിരിച്ച് കിടക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് രാവിലെ എനിക്ക് നടക്കാനേ പറ്റുള്ളൂ. അപ്പൊ സ്വാമിനെ എന്ത് ചെയ്തു? സ്വാമിക്ക് ബസ്സിന് പൈസ കൊടുത്ത് സ്വാമി പറയണമെന്ന് വെച്ചാൽ പമ്പയിൽ ചെന്നിട്ട് കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്തിട്ട് മുകളിൽ കയറി ദർശനമൊക്കെ കണ്ടിട്ട് പോവാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പമ്പയിലത്തേക്ക് ബസ്സിന് കാശ് കൊടുത്ത് ബസ്സിൽ കയറ്റി വിട്ടു. പിന്നെ ഈ പേട്ടതുള്ളലിന്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ പണ്ട് അയ്യപ്പ മഹിഷിയെ വധം ചെയ്തിട്ട് പരിവാരങ്ങളുമായിട്ട് മഹിഷിയും കൊണ്ട് ആ ഉല്ലാസ നൃത്തം ചെയ്തതാണ്. അതായത് കാട്ടിലുള്ള ജനങ്ങളെയും മൃഗങ്ങളെയും എല്ലാത്തിനെയും പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാക്ഷസിയായിരുന്നു മഹിഷി. അപ്പൊ മഹിഷിനെ അയ്യപ്പൻ നിഗ്രഹിച്ചാണ്, ശാപമോക്ഷം കൊടുത്താണ് മാളികപ്പുറത്തെ അമ്മ ആയി മാളികപ്പുറത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മഹിഷിയുടെ ആ ഭൗതിക ശരീരമായിട്ട് പാണന്മാരും വേടന്മാരും കാട്ടിൽ ജീവിക്കുന്നവരും അയ്യപ്പനും എല്ലാവരും കൂടെ ചേർന്ന് നൃത്തം ചവിട്ടിയതാണ്. അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പേട്ടതുള്ളൽ നടത്തുന്നത്. അതുമല്ല, എല്ലാവരും ഒരുമയോടും സന്തോഷത്തോടും കൂടി ഇരിക്കണം, എപ്പോഴും ഒരുമയോടും സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നൊരു സന്ദേശം കൂടെ ഉണ്ട് അതിന്. പ്രത്യേകിച്ചും കന്നിയപ്പൻ വരെയുള്ള സംഘങ്ങളാണ് പേട്ട പ്രധാനമായിട്ടും തുള്ളണത്. അപ്പോൾ സ്വാമി ശരണം. എരുമേലിയിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയാണ് പേരൂർ തോട്. ഇവിടെ ഈ മീനൂട്ടണ ചടങ്ങുണ്ട്. എന്നതാ പൊതികളൊക്കെ ഇവിടെ കിടക്കണം. നല്ല ഇരുട്ടായി ഏട്ടാ, മണി 7 കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോൾ ക്ഷേത്രമുണ്ട്. ഇന്ന് അവിടെ ശ്രമിക്കാം. ഇവിടെയാണ് ഇന്ന് നമ്മളെ സ്റ്റേ. കഞ്ഞി കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കഞ്ഞി കുടിക്കാം. അപ്പോൾ സ്വാമി ശരണയ്യപ്പ.